നടി ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞത് മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായ ജഡ്ജിയാണ്. അതിനാൽ വിചാരണ കോടതി ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല. വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണ് സർക്കാരിന് നൽകിയ നിയമോപദേശത്തിൽ പ്രോസിക്യൂഷൻ പറയുന്നത്. ദിലീപിനെ വെറുതെ വിടാൻ തയ്യാറാക്കിയ വിധിയെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ പൾസർ സുനിയടക്കം 6 പേരെ ശിക്ഷിച്ചപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ ഇതേ മൊഴികളിൽ കോടതി അവിശ്വസിച്ചു. പ്രോസിക്യൂഷന്റെ തെളിവുകളെ പക്ഷപാതപരമായാണ് കോടതി സമീപിച്ചതെന്നും ആരോപണമുണ്ട്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ നൽകാൻ സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ വേളയിലുടനീളം പക്ഷപാതപരമായും വിവേചനപരമായുമാണ് കോടതി പെരുമാറിയതെന്ന് എടുത്തു പറയുന്നു പ്രോസിക്യൂഷൻ. 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിടുകയെന്ന ഉദ്ദേശത്തോടെ മാത്രം എഴുതിയതാണ് വിധി. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെയുള്ള സാക്ഷിമൊഴികളെല്ലാം അതേപടി അംഗീകരിച്ച കോടതി മൊഴിയിൽ ദിലീപിനെതിരെയുള്ള തെളിവുകൾ മാത്രം തള്ളി. ഇവ പരിശോധിക്കുവാൻ കോടതി സ്വീകരിച്ചത് 2 തരം സമീപനമാണ്. തെറ്റായ വ്യാഖ്യാനം ചമച്ച ദിലീപിനെ രക്ഷിക്കാൻ സാക്ഷിമൊഴികളെല്ലാം വസ്തുതാവിരുദ്ധമായി വിധിയിൽ ഉദ്ധരിച്ചു. ദിലീപിന് ദോഷം വരാതിരിക്കാൻ പൾസർ സുനിക്കെതിരെ ചുമത്തിയ ചില വകുപ്പുകൾ പോലും ഒഴിവാക്കി. 1709 പേജുകളിൽ അനാവശ്യവും അപ്രസക്തവുമായ കാര്യങ്ങൾ വിസ്തരിച്ചു പറയുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. മെമ്മറി കാർഡ് ചോർന്നതിൽ സംശയനിഴലിൽ തുടരുന്ന ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല. കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ വളച്ചൊടിച്ച് തെറ്റായി വിധിയിൽ ചേർത്തെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചു. അവരുടെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുന്ന തരത്തിൽ വിധിയിൽ പരാമർശങ്ങളുമുണ്ട്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ നൽകാൻ സർക്കാർ പ്രോസിക്യൂഷന് അനുമതിയും നൽകിയിട്ടുണ്ട്. ഈ മാസം 20-നുള്ളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് നീക്കം. കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.